വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാഘവനെ കാണാനായിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ശാലിനി. എന്നാൽ ശാലിനിയെ കണ്ടപാടെ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കാതെ അവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാമ. എന്നാൽ പിള്ളച്ചേട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടരികിലുണ്ടായിരുന്നു. ശാലിനിയെ കണ്ടപാടെ സന്തോഷത്തോടെ ചോദിക്കുന്നു, ആഹാ, ഇതാര്, ശാലിനി കുഞ്ഞോ? സാറിനെ കാണാൻ ഇറങ്ങിയതായിരിക്കും. ഇത് കേട്ട് ശാലിനി പറയുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ കണ്ടില്ലല്ലോ അച്ഛനെ, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. സാറ് അകത്ത് കിടക്കാണ്, മോൾ അകത്തേക്ക് കയറിക്കോളൂ എന്ന് പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് ആംഗ്യം കാണിക്കുന്നു ഭാമ ഒന്നും പറയില്ലെന്ന്. കുഞ്ഞെ, നോക്കി നിൽക്കാതെ കയറി വാ, മോള് കാണാൻ വന്നു എന്നറിഞ്ഞാൽ സാറിന് വലിയ സന്തോഷമായിരിക്കും. കയറി വന്നേ, വേണമെങ്കിൽ ഞാനും കൂടി വരാം എന്നൊക്കെ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ ഭാമയെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പിള്ളച്ചേട്ടൻ ആംഗ്യം കാണിക്കുന്നുണ്ട്, ഒന്നും പറയില്ല എന്നൊക്കെ. അങ്ങനെ ശാലിനി അകത്തേക്ക് കയറിപ്പോയി. ശാലിനി പോയപാടെ ഒന്ന് നോക്കുകയാണ് ഭാമ. തുടർന്ന് ഉറങ്ങുകയായിരുന്ന രാഘവനെ വിളിച്ചുണർത്തുകയാണ് പിള്ളച്ചേട്ടൻ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ എന്ന് പറയുന്നുണ്ട്. ശാലിനിയെ കണ്ടപാടെ സന്തോഷത്തോടെ മോളെ എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ് രാഘവൻ. എഴുന്നേറ്റിരിക്കുന്നു. തൊട്ടരികിലിരുന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് സ്നേഹത്തോടെ, എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പോ? നെഞ്ചുവേദന മാറിയില്ലേ? ഇപ്പോ അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല മോളെ, പിന്നെ ദൈവഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ അന്ന് തക്ക സമയത്ത് എത്തിയില്ലായിരുന്നു എങ്കിൽ പിന്നെ എന്നെ ജീവനോടെ കിട്ടില്ലായിരുന്നു. എന്റെ സമയം തീർന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അതിന്ന് എന്നെ രക്ഷപ്പെടുത്തി എടുത്തല്ലോ. ശാലിനി പറയുന്നു, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, കൃത്യമായി മരുന്നൊക്കെ കഴിക്കണം, ഭക്ഷണം കഴിക്കണം, ഉറക്കം പറഞ്ഞിരിക്കുന്ന സമയം അത്രയും കൃത്യമായി ഉറങ്ങണം. ഡോക്ടർ പറഞ്ഞ രീതിയിൽ കാര്യം ചെയ്താൽ നമ്മുടെ അസുഖം എങ്ങോട്ട് പോയെന്നറിയില്ല. പിള്ളച്ചേട്ടൻ പറയുന്നു, ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കൊടുത്തിട്ട് സത്യാമ്മ പുറത്തേക്ക് പോവുകയും ചെയ്യും എന്നൊക്കെ. ശാലിനി കുറച്ച് പണം രാഘവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് അച്ഛന്റെ കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ. സത്യാമ്മ അറിയണ്ട, പിള്ളച്ചേട്ടൻ പറയണ്ട എന്നൊക്കെ ശാലിനി പറയുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചു കൊടുക്കുകയാണ് ശാലിനി. പിന്നെ മോള് സമയം കിട്ടുമ്പോൾ വരണം, മോളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നത് വലിയൊരു ആശ്വാസമാണെന്ന് പറയുന്നു. ഞാൻ ഇടയ്ക്ക് വരാം അച്ഛാ, എന്നാ ഞാൻ ഇപ്പോൾ പോട്ടെ, കൂടുതൽ സമയം ഇരുന്ന് സത്യാമ്മയ്ക്ക് ഒരു മുഷിവ് തോന്നണ്ട എന്നൊക്കെ ശാലിനി പറയുന്നു. ടെൻഷനൊന്നും അടിക്കരുത്, എന്തുണ്ടെങ്കിലും എവിടേക്ക് പോകണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി, എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വന്നോളാം എന്ന് ശാലിനി പറയുന്നുണ്ട്. മോളെ, വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോവാന്ന് വെച്ചാൽ എന്ന് രാഘവൻ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, വേണ്ടച്ചാ, അതൊന്നും സാരമില്ല, ഇനി വരുമ്പോഴും ഇതാവാല്ലോ. ശരി, എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് ശാലിനി പോകുന്നു. രാഘവൻ ആ പണം ഇങ്ങനെ നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ്. പോകാൻ നേരം ശാലിനി തിരിഞ്ഞ് ഭാമയൊന്ന് നോക്കുന്നുണ്ട്. ഭാമയാണെങ്കിൽ കണ്ടഭാവം നടിക്കാതെ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നു, കാണാത്ത മട്ടിലിരിക്കുന്നു. പക്ഷേ ദേഷ്യം പിടിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രം. അങ്ങനെ ശാലിനി അവിടെ നിന്ന് പോയി. ശാലിനി പോയതിനു ശേഷം ഭാമ അകത്തേക്ക് കയറി വരുന്നു. പെട്ടെന്ന് ആ പണം പില്ലോയ്ക്കടിയിൽ ഒളിപ്പിക്കുകയാണ് രാഘവൻ. ഭാമ രാഘവൻ അരികിലിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയായപ്പോൾ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വിഷ്ണു വന്നിരിക്കുന്നത് സ്കൂട്ടറിൽ. സത്യ വിളിക്കുന്നു, മോള് രാവിലെ മുതൽ തിരക്കിയാളതേ കൺമുന്നിൽ വന്ന് നിൽപ്പുണ്ട്, എന്താണെന്ന് ചോദിച്ചോ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. സന്തോഷത്തോടെ വിഷ്ണുവിന് അരികിലേക്ക് ഓടി എത്തിയിരിക്കുകയാണ് സത്യ. ഹായ് അച്ഛ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്നു. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു എന്ന് ചോദിക്കുന്നു. അത് പിന്നെ അച്ഛൻ മറക്കുമോ എന്ന് വിഷ്ണു. താങ്ക് യു അച്ഛ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ചുംബനം കൊടുക്കുകയാണ് സത്യ വിഷ്ണുവിന്. ഒരു മിഠായിയാണ് പറഞ്ഞിരുന്നത്, മിഠായി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ഭക്ഷണം എടുത്ത് വെക്കട്ടെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഇവൾക്ക് കൊടുത്തേക്ക്, എനിക്ക് രാത്രി ഓട്ടം ഉള്ളതാണെന്നൊക്കെ വിഷ്ണു പറയുന്നു. പിന്നെ ശാരദാമ്മ പറയുന്നു, മോനെ ശ്യാമ പപ്പിയെ വിളിച്ചുകൊണ്ട് രോഹിത്തിനരികിലേക്ക് പോയിട്ടുണ്ട്, എന്താ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. നല്ല ബുദ്ധി തോന്നി, അവളോടും കുഞ്ഞിനോടും സ്നേഹത്തോടെ പെരുമാറിയാൽ മതിയായിരുന്നു. ഇരിക്കേട്ട് വിഷ്ണു പറയുന്നുണ്ട്, ദൈവം പോലും പൊറുക്കാൻ കഴിയാത്ത കാര്യമാണ് അവനും അവരുടെ കൂട്ടരും അവിടെ ചെയ്യുന്നത്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ സ്വയം ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തണം, അല്ലാതെ എന്ത് ചെയ്യാനാ. അവിടേക്ക് ശാലിനിയും വരുന്നുണ്ട്. അവനവന്റെ ജീവിതം നോക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. വല്ലവരും പറഞ്ഞത് കേട്ട് ജീവിക്കാനാണ് അവൻ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല എൻ്റെ മോളുടെ ജീവിതം എന്താവുമെന്ന് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി അവിടെ എത്തി. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ശാരദാമ്മ ശ്യാമയെ പറ്റി പറയുന്നത്. അവിടെ പലതും നടക്കുന്നത് കേട്ടിട്ട് ഞാനൊരു അന്വേഷണത്തിനായി അവിടെ ആളെ വിട്ടപ്പോൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇത് കേട്ട് വിഷ്ണു പറയുന്നു, അതെങ്ങനെയാ? ഏറ്റവും കൂടുതൽ ചാരന്മാരുള്ളത് നിങ്ങളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അതിന് പകുതിയിൽ അധികം പേരും ചന്ദ്രബോസിനും സുസ്മിതയ്ക്കും വേണ്ടി പണി ചെയ്യുന്നവരാണ്. ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടി എന്തൊക്കെ കള്ളക്കളി കളിച്ചാലും പുറം ലോകം അറിയാത്തതിന് കാരണം അവരുടെ ഈ ശക്തിയാണ്. അവർക്കെതിരെ എന്ത് നീക്കം ആര് നടത്തിയാലും അതെല്ലാം ചന്ദ്രബോസ് അറിയും. ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി സ്നേഹത്തോടെ വിഷ്ണുവേട്ട എന്ന് വിളിച്ചു. ഇപ്പോൾ ആ സ്ഥലവും വീട്ടിലുള്ളവരും നമ്മുടെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ്. എന്തായാലും ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ മറ്റു രീതിയിലുള്ള ഒരു ബിസിനസ്സും നടത്താൻ സമ്മതിക്കില്ല. ആ വീടിന്റെ പവിത്രത ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്നും ശാലിനി പറയുന്നു.
ആ വീടിന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ വിഷ്ണുവേട്ടാ എന്നിങ്ങനെ ശാലിനി സങ്കടത്തോടെ പറയുന്നുണ്ട്. ശേഷം ചന്ദ്രബോസിനെ കാണിക്കുന്നു. ഉപേന്ദ്രനോട് സുസ്മിത ദേഷ്യത്തോടെ പറയുന്നു, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒരുപാട് ആൾക്കാരോട് ചെയ്തിട്ടാണ് ഈ വീട് ലേലത്തിൽ പിടിച്ചതും ഇവിടെ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചതും. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമെന്ന് ആ ജോൺ എബ്രഹാമിന് കൊടുത്ത കാശിനെ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നടന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ചിറ്റപ്പനെ മൊത്തത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ടായിരിക്കും ശാലിനി കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇനി ഒരു കാര്യം തീരുമാനിച്ചോളൂ, ശാലിനി ആ കസേരയിൽ ഇരുന്നാൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. ഇവിടെ എന്തെങ്കിലും നടന്നേ പറ്റൂ, എന്തെങ്കിലും തീരുമാനിക്കണം. ഇരിക്കേട്ട് ഉപേന്ദ്രൻ പറയുന്നു, സുസ്മിത പറഞ്ഞത് കറക്റ്റാണ്. അവൾ പണിയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഉടനെ ചാടി അവൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ അവള്. പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അതുകൊണ്ട് ഒരു അറ്റാക്ക് അവൾക്ക് നേരെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. പെട്ടാൽ പെട്ടതാണ്. ഇരിക്കേട്ട് ചന്ദ്രബോസ് പറയുന്നു, ശാലിനിക്കെതിരെ ഒരു കള്ളക്കേസ് മെനയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഊരിപ്പോകാൻ കഴിയാത്ത രീതിയിലായിരിക്കണം ഇനി പൂട്ടേണ്ടത്. നമ്മൾ അവിടെ അനധികൃതമായിട്ട് മദ്യം ബിസിനസ് തുടങ്ങുന്നു എന്നതായിരുന്നല്ലോ അവർ പറയുന്നത്. അങ്ങനെ മദ്യത്തിന്റെയും ബിസിനസിന്റെയും കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ ബിസിനസ്സുകളെല്ലാം നടക്കണമെങ്കിൽ ശാലിനി ആ കസേരയിൽ നിന്നും മാറണം. ഞാനിപ്പോഴും ആ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തിയതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അന്നത്തെ കുത്ത് 2 കയറ്റി കുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ മദ്യപിച്ച് ലെക്ക് കെട്ട് രോഹിത് അവിടേക്ക് വരുന്നുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. ആ കുപ്പിയെടുത്ത് താഴേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ് രോഹിത്. എവിടെ മദ്യപ്പുഴ ഒഴുക്കൂ എന്ന് പറഞ്ഞിട്ട് പേരിന് ഒരൊറ്റ കുപ്പി പോലും ഇല്ല. ഇതെല്ലാം ആരെ കൊണ്ടുപോയെന്ന് രോഹിത്തെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. കുപ്പികളൊക്കെ വരും. പക്ഷെ അതിനു മുമ്പ് ചില ആവാഹന കർമ്മങ്ങൾ ഇവിടെ നടത്താനുണ്ട്. ചിലരെ ആവാഹിച്ച് കുപ്പിയിലാക്കി ഒഴിക്കേണ്ടി വരും എനിക്ക് സുസ്മിത പറയുന്നുണ്ട്. അത് കഴിഞ്ഞെല്ലാം പഴയതുപോലെ ആകുമെന്ന് സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, പക്ഷെ അതുവരെ തൊണ്ട നനയ്ക്കാൻ ഒരു കുപ്പിയോ ഒരു അര കുപ്പിയെങ്കിലും ചുമ്മാതല്ലോ അന്തസ്സായിട്ട് തെണ്ടിയിട്ടല്ലേ. ചന്ദ്രബോസ് സാറിന്റെ കോട്ട് തന്നാലും മതിയെന്ന് ചന്ദ്രബോസിനോട് രോഹിത് പറയുമ്പോൾ ബോസ് പറയുന്നുണ്ട്, എടാ മദ്യത്തിൽ നിന്നെ മുക്കിക്കിടത്താം. 1 മാസം അടിച്ചാൽ തീരാത്ത അത്രയും മദ്യം നിന്റെ കട്ടിലിൽ കൊണ്ടുവന്ന് നിരത്തിയിടാം. എടാ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? ശാലിയെ നിനക്കൊന്ന് കൊന്നു തരാമോ? ഇരു ചെവി അറിയാതെ കാര്യം സാധിക്കണം. ഇത് കേട്ട് രോഹിത് പറയുന്നു, ചന്ദ്രബോസ് സാറേ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ എന്നെ കൊണ്ട് കഴിയൂ. കൊല്ലാനുള്ള വകയൊന്നും ഈ രോഹിത്തിന് ഇല്ല സാറേ. ഇപ്പതേ കൈ വിറയ്ക്കുന്നത് കണ്ടോ? കുടിക്കാഞ്ഞിട്ടാണ്. ഈ കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ മിണ്ടാതെ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രോഹിത്തിനോട് സംസാരിക്കുകയാണ് ചന്ദ്രബോസ്. എങ്ങനെയെങ്കിലും ശാലിനിയെ ഒതുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനിടയിൽ എടങ്ങോലിടാൻ വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ ചന്ദ്രബോസ്. വേണ്ട, നിങ്ങൾ ആരും തരണ്ട, ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ ഒരു തുള്ളിയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ രോഹിത് അവിടേക്ക് നോക്കുന്നു. സുസ്മിത പറയുന്നുണ്ട്, തല ശാലിനിയാണെങ്കിൽ കൈ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. പറയേണ്ട കാര്യമുണ്ടോ വിഷ്ണു എന്ന് ചന്ദ്രബോസ്. അവന്റെ മർമ്മം നോക്കി ഉച്ചയിലായിരിക്കണം ഇനിയുള്ള നമ്മുടെ അടി വീഴേണ്ടത്. ശക്തി കൊണ്ട് കഴിയാത്തടുത്ത് ബുദ്ധി കൊണ്ട് നേരിടണം. മദ്യ കച്ചവടത്തിനെതിരെയല്ലേ അവനും അവന്റെ ഭാര്യയും കൂടി പടപ്പുറപ്പാട് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാവട്ടെ അവന്റെ നേരെയുള്ള നമ്മുടെ ഒടുക്കത്തെ ബ്രഹ്മാസ്ത്രവും. ഇനി നോക്കിക്കോ, ഇത് അവന്റെ ചങ്കിൽ തറയ്ക്കും. കൊള്ളുന്നത് വിഷ്ണുവിനാണെങ്കിലും തെറിക്കുന്നത് ശാലിനിയുടെ കസേരയായിരിക്കുമെന്നും ചന്ദ്രബോസ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ലോറിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കൂടെ കമലനും. ആശാനെ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്ന് വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുന്നു, എന്നെ ഇതൊന്ന് വളയ്ക്കാൻ പഠിപ്പിച്ചായിരുന്നെങ്കിൽ. വളയ്ക്കാൻ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ഓടിക്കാൻ പഠിപ്പിക്കേണ്ടേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, ഓടിക്കാൻ എനിക്ക് അറിയാലോ, പക്ഷേ ബൈപ്പാസിലെ ഓടിക്കോ, വളവ് വരാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ കമലനും പറയുന്നുണ്ട്. ഇന്ന് ഓടിക്കണ്ട, നാളെ മുതൽ നമുക്ക് വളയം പിടിക്കാം. നാളെ ഒരു ദക്ഷിണയോഗ്യമായിട്ട് വാ, ഇന്ന് ലോഡിരിക്കുകയല്ലേ എന്ന് വിഷ്ണു പറയുന്നു. ഇത് കേട്ട് കമലൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഉറപ്പാണോ സാറേ എന്ന്. ഉറപ്പാണോ ആശാനെ എന്ന്. ഇത് മറ്റു വാഹനങ്ങളെ പോലെയല്ല, കുറച്ച് പവർ വേണം. ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു പവർ വേണമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അവര് വരുന്ന വഴി എക്സൈസ് ഓഫീസർ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അതിന് നമ്മുടെ വണ്ടിയിൽ ഫ്രൂട്ട്സ് അല്ലേ, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? വിഷ്ണുവിടെ വണ്ടി നിർത്തി. സാറേ, ലോറിയിൽ ഫ്രൂട്ട്സ് ആണ് എന്ന് വിഷ്ണു പറയുമ്പോൾ ഓഫീസർ പറയുന്നു, അപ്പോൾ നീക്ക് വാറ്റാൻ പോകുന്നതേ ഉള്ളോ? അതിനിടയിൽ ഒരു ഓഫീസർ വന്നിട്ട് പറയുന്നുണ്ട്, നമ്പർ കറക്റ്റാണ് സാറേ, പേരും കറക്റ്റാണ്. വിഷ്ണു ആയാലും പരമശിവനായാലും ഇങ്ങോട്ട് ഇറങ്ങും, ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. എൻ്റെ സാറേ, ഇതിൽ എന്തിരുന്നിട്ടാ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ സാറ് പറയുന്നു, ഒന്നിങ്ങോട്ട് ഇറങ്ങടാ, നിന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കടത്തുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് വിട്ടേക്കാം, ഇപ്പോൾ തന്നെ നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങുക എന്ന് പറയുന്നു. ആശാനെ കണ്ടിട്ടെന്തോ വശപിശക്ക് മണക്കുന്നുണ്ടല്ലോ എന്ന് കമലൻ പറയുന്നു. വണ്ടി നമ്പരും പേരും കൃത്യമായിട്ട് ആരോ എഴുതി കൊടുത്തിട്ടുള്ള പരിപാടിയാണ്. അവരാണെങ്കിൽ വണ്ടി മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.